വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. നിർദ്ദിഷ്ട സ്ഥലം പഞ്ചായത്തിന് റവന്യൂ വകുപ്പ് പാട്ടക്കരാർ വ്യവസ്ഥയിൽ കൈമാറി. സ്ഥലം ലഭിച്ചതോടെ ഏലപ്പാറ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് ഫണ്ട് അനുവദിക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. വാഗമൺ വില്ലേജിൽ സർവേ നമ്പർ 1027-ൽപ്പെട്ട വാഗമൺ പുള്ളിക്കാനം പാതയിൽ വില്ലേജ് ഓഫീസിന് സമീപമുള്ള ഭൂമിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി പഞ്ചായത്തിന് കൈമാറിയത്. റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി. 1 വർഷത്തിനുള്ളിൽ ബസ് ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. നിബന്ധനകളോടെയാണ് ഭൂമി കൈമാറ്റം. ബസ് സ്റ്റാൻഡിനായി 30 വർഷത്തെ പാട്ടത്തിന് ഇതേ ഭൂമി 2015-ൽ സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ സ്റ്റാൻഡ് പണിയാൻ അന്ന് നടപടിയൊന്നും ഉണ്ടായില്ല. ഭൂമി കൈമാറ്റവും നടന്നിരുന്നില്ല. ഇപ്പോൾ ഭൂമി പാട്ടത്തിന് അനുവദിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതോടെയാണ്. ബസ് ടെർമിനൽ കാലതാമസം കൂടാതെ യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യം. ഏകദേശം 21-22 സെന്റ് സ്ഥലം കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പാട്ടത്തിന് തന്നിട്ടുണ്ട്. ആ പാട്ടത്തിന്റെ കരാറ് വാഗമൺ വില്ലേജ് ഓഫീസർ മാസ്റ്റർ എഴുതി അതിൻ്റെ സ്കെച്ച് സഹിതം പഞ്ചായത്തിന് കൈമാറുകയും പഞ്ചായത്തിന് ഫണ്ട് വെച്ച് ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതുമാണ്. വാഗമണ്ണിൽ ബസ് സ്റ്റാൻഡും പൊതു ശൗചാലയവും ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. വാഗമണ്ണിന്റെ ദീർഘനാളായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി.